സർ, മറൈൻ ഡ്രൈവിൽ ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് 3,59,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും 35,24,337 ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും 19,42,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടുത്തി 2,150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പരിപാടികൾ ഈ വർഷം നടക്കും. പ്രാദേശിക വികസനത്തിനുള്ള പ്രത്യേക പരിപാടി. സർ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക വികസന പാക്കേജുകൾക്ക് 252.6 കോടി രൂപ നീക്കിവെക്കുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട് വികസന പാക്കേജുകൾക്ക് അതിൻ്റെ പൊതുവിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്കാണ് 75 കോടി രൂപ നീക്കിവെക്കുന്നു. വലിയ തോതിലുള്ള വികസന പരിപാടികൾ ഈ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നതിന് പുറമേയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പണം മാറ്റിവെക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ പ്രവർത്തന ചെലവുകൾക്ക് 27.6 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സഹകരണ മേഖല. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ നിർണായകമായ സ്ഥാനമാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അഭിമാനമാണ്. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ മേഖല നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കർഷകർ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സഹകരണ മേഖലയ്ക്കായി 134.42 കോടി രൂപ വകയിരുത്തുന്നു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. കെയ്പ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് 6.05 കോടി രൂപ മാറ്റിവെക്കുന്നു. തൊഴിലധിഷ്ഠിത പരിപാടികൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവിധ പദ്ധതികൾക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്കായി 7 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ പരിപാടിക്ക് 30 കോടി രൂപ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന സംഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘങ്ങൾക്ക് 7.25 കോടി രൂപ. സഹകരണ സംരക്ഷണ നീതി പരിപാടിക്ക് 11.15 കോടി രൂപ. പ്രാഥമിക സംഘങ്ങൾ, കൺസ്യൂമർ സെഡ് തുടങ്ങിയ മേഖലയ്ക്ക് സഹായമായി 28.1 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ഈ മേഖലയ്ക്കായി 588.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 63.40 കോടി രൂപ അധികമാണ്. വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ. ഇടമലയാർ പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തെ 10 കോടി വിഹിതം 10 കോടിയിൽ നിന്നും 35 കോടിയായി ഉയർത്തുന്നു. RADF ഉൾപ്പെടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് 12 കോടിയും കാരാപ്പുഴയ്ക്ക് 32 കോടിയും ബാണാസുര സാഗർക്ക് 25 കോടിയും വകയിരുത്തുന്നു. പാമ്പാർ തടത്തിലെ ചെങ്കളർ പദ്ധതിക്ക് അവിടുത്തെ പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ സംവിധാനത്തിൻ്റെയും പുനർനിർമ്മാണത്തിന് 14 കോടി വകയിരുത്തുന്നു. തലച്ചൂർ കടവിൽ തടയണയും ഫോർവേഡ് ടാങ്കും നിർമ്മിക്കുന്നതിനും പട്ടിശ്ശേരി ഡാമിലേക്ക് പുതിയ ഡൈവേർഷനും റോഡും ഉണ്ടാക്കുന്നതിനും 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ, മലമ്പുഴ, മംഗലം, പോത്തുണ്ടി, കുറ്റ്യാടി, ഗായത്രി, വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് 11.10 കോടി രൂപ വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാലിൻ്റെ ശാഖാ കനാലുകളുടെയും നവീകരണ പ്രവർത്തനത്തിന് 15 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ പുഴ പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കുട്ടനാട് മേഖലയിലെയും തോട്ടപ്പള്ളി സ്പിൽവേയിലെയും വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തികൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. മീനച്ചിൽ നദിക്ക് കുറുകെ അരണാപുരത്ത് ചെറിയ ഡാമും റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിയുടെ ഡ്രിപ്പ് പരിപാടിയുടെ ഭാഗമായി 15 ഡാമുകൾക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. KSEBിയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഭൂഗർഭ ജലലഭ്യത പഠിക്കുന്നതിനും ആ മേഖലയിലെ പ്രവർത്തനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭൂഗർഭ ജല വകുപ്പിന് 22 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 17 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം ക്ലാസ് 1 പദ്ധതിക്ക് 75.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരള മിഷൻ മുഖേന കുളങ്ങളും ടാങ്കുകളും നവീകരിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നബാർഡ് RADF പദ്ധതിയിൽ 100 കോടി രൂപ വകയിരുത്തുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾക്കായി 57 കോടി രൂപ വകയിരുത്തുന്നു. തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജം. സർ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിന് 6.6 കോടി രൂപയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് 5.16 കോടി രൂപയും ഉൾപ്പെടെ 2024-25 ഊർജ്ജ മേഖലയുടെ വിഹിതം 1150.76 കോടി രൂപയാണ്.
2027 ഊർജ്ജ ആവശ്യത്തിൻ്റെ 50% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും നേടുന്നതിൻ്റെ ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 610 മെഗാവാട്ട് സൗരോർജ്ജവും 44.5 മെഗാവാട്ട് ജലവൈദ്യുതി ഉൾപ്പെടെ 654.5 മെഗാവാട്ട് വൈദ്യുതോർജ്ജം അധികമായി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. 24-25 സൗരോർജ്ജത്തിലൂടെ 1000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർ, വിവിധ പദ്ധതികൾക്കായിട്ട് മാങ്കുളം പഞ്ചായത്തിലെ പദ്ധതിക്ക് 40 മെഗാവാട്ട് പദ്ധതിക്ക് 8 കോടി രൂപ വെക്കുന്നു. ചിന്നാർ ചെറുകിട ജല പദ്ധതിക്ക് 10 കോടി രൂപ വെക്കുന്നു. പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ ഉയർത്തുന്നു. ഇടുക്കി ഡാമിന് സർ, ഇടുക്കിയിലെ ഡാമിൻ്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെയുള്ള ടൂറിസം വികസനം ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് പദ്ധതിയുടെ ആദ്യ ഗഡുവായിട്ട് 5 കോടി രൂപ അതിന് വകയിരുത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറയിൽ കുറ്റാടി അഡീഷണൽ എക്സ്റ്റൻഷൻ സ്കീമിന് 7 കോടി രൂപ, ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് 10 കോടി രൂപ എന്നിവ നീക്കിവെക്കുന്നു. പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതാ പഠനങ്ങൾക്ക് 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. പഴക്കമുള്ള ജലവൈദ്യുത പദ്ധതികളുടെ ആധുനികവൽക്കരണവും പുനരുദ്ധാരണ പരിപാടിക്കുമായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ KSEB നിർമ്മിതികൾക്ക് വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലകളിൽ പ്രളയ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 18.18 കോടി രൂപ വകയിരുത്തുന്നു. ദ്യുതി പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളിലും ഇത് 24 കോടി രൂപ അധികമാണ്. ഇടമൺ കൊച്ചി മടക്കത്തറ നഷ്ടപരിഹാര പാക്കേജിന് വേണ്ടി 20 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ ആരംഭിച്ച ഇന്നൊവേഷൻ ഫണ്ട് ആൻഡ് എസ്കോട്ട് സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ സംസ്ഥാന വിഹിതമായി 31.62 കോടി രൂപ വകയിരുത്തുന്നു. പാരമ്പര്യേതര പുനരാവർത്തക ഊർജ്ജ സ്രോതസ്സുകൾ അനർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 50.2 കോടി രൂപ വകയിരുത്തുന്നു. സോളാർ, തെർമൽ സംവിധാനങ്ങൾ, മൊബിലിറ്റി തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന് 37.3 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതിൽ 3.50 കോടി രൂപ വൈദ്യുതി എത്തിച്ചേരാത്ത വിദൂര ആദിവാസി ഊരുകളിൽ സോളാർ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.